ഈ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ അടഞ്ഞതായിട്ട് തോന്നുമെങ്കിലും അതിൽ തികച്ചും യാദൃശ്ചികമൊന്നുമല്ല. നല്ല ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഞാൻ അത്രമേൽ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടി കാണാൻ പോയ വീഡിയോ ആണ്. നിങ്ങളതിൻ്റെ ഗ്ലിംസസ് ഒക്കെ, ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ് ഇപ്പോൾ ട്രെൻഡായിട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലേ. അപ്പോൾ അവരുടെ ആ പരിപാടി നമ്മുടെ ട്രിവാൻഡ്രത്ത് കനകക്കുന്നിൽ നടന്നപ്പം എന്താ അവിടെ പോയി കാണാനൊരു ചാൻസ്. ആക്ച്വലി ടിക്കറ്റൊക്കെ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, അപ്പോൾ പുള്ളിക്കാരി വക നമുക്ക് കിട്ടി. എന്നിട്ടും പോയി കാണില്ല എന്ന് പറയുന്നത് അതൊരു വളരെ മോശമായ ഒരു പരിപാടിയല്ലേ. അപ്പം ഞങ്ങൾ ആ പരിപാടി കാണാൻ പോയി ഗൈസ്. വളരെ മനോഹരമായ ഒരു പരിപാടിയായിരുന്നു അത്. അതായത് നമ്മൾ ഈ നോർമലി റാപ്പ് സോങ്സും അങ്ങനത്തെ പിന്നെ ഈ അമ്പലത്തിലെ ഗാനമേള പോലെയൊന്നും അല്ല. ഭയങ്കര നമ്മുടെ ആ ഒരു ഡിവോഷണൽ വൈബ് അങ്ങ് ഭയങ്കരമായിട്ട് നമ്മൾ കേട്ടിരുന്ന് പോകും. പല തലമുറയിലുള്ള ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഒരു വൈബ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് അവർ. ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വരില്ല, റാപ്പ് സോങ് വല്ലതും ആണെങ്കിൽ കേൾക്കാമെന്ന് വരാം എന്ന് പറഞ്ഞ് കളിയാക്കിയ എൻ്റെ ഹസ്ബൻഡും ബ്രദറും വരെ ഈ പരിപാടി കാണാൻ എൻ്റെ കൂടെ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കസേരയുണ്ട്, ഇരിക്കും, വേണ്ട നിന്ന് കണ്ടാലേ അതിൻ്റെ ഒരു സുഖമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്ന് നമ്മളെ പരിപാടി തീരുന്നവരെ കണ്ടു ഗൈസ്. എൻ്റെ മനസ്സ് കുറേ നാളായിട്ട് പല പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയി, നമുക്ക് പല പല എഫേർട്ട് എടുക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുകൊണ്ട് നടക്കുന്നൊരു സമയത്ത് ഇങ്ങനെ ഒരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു പരിപാടി കാണാൻ ഭാഗ്യം കിട്ടിയത് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ആൻഡ് അങ്ങനെ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് മോനെ കൊണ്ടുവന്നില്ല, അവനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും അടിപൊളിയായിട്ട് ഇത് നിന്ന് കാണാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കോൺസെൻട്രേഷൻ ഫുൾ അവനിലായിപ്പോയാണ്. അതുകൊണ്ട് അവനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഒരു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി 11 മണിയായി. അപ്പോൾ അവിടെ ഒരു അടുത്ത തട്ടുകടയിൽ നിന്ന് ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. സോ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ആക്ച്വലി അതൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യാനേ ഞാൻ പറയും. ബിക്കോസ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു പരിപാടി. സോ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.